കല്യാണം നടത്തി തരാം, ഇപ്പം സ്ത്രീധനത്തിനുള്ള കാശൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇല്ല ഞാൻ പോകുന്നെങ്കിൽ ഇവളെ കൊണ്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്ത വീട്ടിലൊരു പെണ്ണുമായിട്ട് ഒരു സ്നേഹമുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ പെണ്ണെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൾ ബെറ്റിക്കോട്ടിട്ടുകൊണ്ട് കിടക്കണം. കുഞ്ഞ് കൊച്ചാ, അവൾ പഠിക്കുന്ന 4-5 ഒക്കെ പഠിക്കുന്ന കൊച്ചാ അവള്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴോ സ്നേഹമാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ ചോദിച്ചത് നിനക്ക് ഇപ്പോൾ ആരെ വേണം, ഇവിടെ വേണം അവളെ. അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വരും. ചിലവരൊക്കെ തരുമായിരുന്നു ഇദ്ദേഹം? അല്ല ഇപ്പൊ ഈ 1 വർഷമായിട്ട്? ഇല്ല 1 വർഷം കൊണ്ടില്ല, ഒന്നും തരുന്നില്ല. അദ്ദേഹമായിട്ട് വരുത്തി വെച്ച ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? കടവോ കാര്യങ്ങളോ? കടമുണ്ട്. അതാ ഞാനിപ്പോൾ ഇതിങ്ങനെ പരാതി കൊടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വീട് 1 ലക്ഷം രൂപ വീടിന് വേണ്ടി കിട്ടി പത്തനാപുരത്ത്. അപ്പോൾ അത് പുള്ളിയുടെ ഭാര്യ ഞാനായതുകൊണ്ട് എൻ്റെ പേരിനെ ചെക്ക് മാറുള്ളൂ. ഇപ്പോൾ എൻ്റെ പേരിന് ഇവിടെ ആനപ്പാറ തന്നെ നോട്ടീസ് വന്ന് ഞാൻ 1 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് അവർ നോട്ടീസ് അയച്ച്. ശരി. അപ്പോൾ അതിന് അത് അദ്ദേഹത്തെ അറിയിച്ചോ? ഞാൻ അറിയിച്ചു. എന്തോ പറയുന്നു പുള്ളി? അങ്ങനെ എൻ്റെ അടുത്ത് ഒന്നും അങ്ങനെ സംസാരിക്കും. അമ്മായിയപ്പനാ സംസാരിക്കുന്നത് മൊത്തം. എന്താ അടച്ചോളാമെന്ന് പറയുന്നു. അവരവിടെ ചെന്ന് പറഞ്ഞോളാം, നിനക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ലിൻസി ഉദ്ദേശിക്കുന്നത് എന്ത് ഒരു തീരുമാനം ഇവിടുന്ന് കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കണം നേരുമാർഗത്തിൽ. അവളില്ലാതെ പുള്ളി 2 ഇതിലായിട്ട് നിൽക്കണ്ട. അതല്ലാതെ തന്നെ എന്നെയും കുഞ്ഞിനെ അന്വേഷിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയണം. കുട്ടിയോട് എങ്ങനെയാ ഇത്? കുട്ടിയെടുത്ത് ജീവനാ ഇപ്പൊ കുട്ടിയുടെ. എനിക്ക് നിങ്ങൾ ഈ 100% ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് അവര് എന്തെല്ലാം അല്ല എന്ന് പറഞ്ഞാൽ തന്നെയും അവരൊരു പക്ഷേ ഇയാളുടെ കൂടെ താമസിക്കാറുണ്ടൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കണം. അവര് സപ്പോർട്ടായിരിക്കും. അത് ഉറപ്പാണോ ഇല്ലയോ എന്നുള്ളത് അറിയണം. കാരണം ചെറിയൊരു സംഗതിയായിട്ട് നിന്നിട്ട് അത് ആരോ അറിയാതെ അങ്ങ് വീട്ടുകാർ തങ്ങൾ അറിഞ്ഞിട്ട് ആ പെണ്ണിനെ ശാസിച്ച് തൽക്കാലത്തേക്ക് മറ്റെവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുകയോ ഇയാളെ വിളിച്ചിട്ട് വളരെ ഗൗരവത്തോടു കൂടി ആ വീട്ടുകാർ വിളിച്ച് വാൺ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അവിടെ കൊണ്ട് നിന്നേനെ. അവർ സപ്പോർട്ടാണ്. അതാണ് അവരുടെ ആ കുട്ടിയുടെ ആൾക്കാരെല്ലാം സപ്പോർട്ടാണ്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഇവരിതിനെ ആദ്യം അങ്ങ് ഭയങ്കര ഇഷ്യൂ ആക്കി. അപ്പൊ അതിനനുസരിച്ച് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ലിൻസി ഇതിനോട് വിഷമവും പ്രശ്നങ്ങളും. അപ്പൊ ഇയാളിത് ഒളിച്ചോടി അയാൾ മദ്യപാനിയായതൊക്കെ ആ ഒരു ഇതിലാണ്. കാരണം മാനം കെട്ട് പോയല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇയാൾക്ക് ഇനിയിപ്പോ ആരെന്ത് വിചാരിച്ചാലെന്താ എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അപ്പൊ നിങ്ങളെ ഉപദ്രവിക്കോ അങ്ങനെ വല്ലതും ചെയ്യുമായിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല, സൈലന്റ് ആണ് എപ്പോഴും. ഞാൻ ഇങ്ങനെ ചോദിക്കും, അപ്പോൾ നിനക്ക് നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയാം. ഞാൻ ചിലപ്പോൾ ഫോൺ വിളിച്ച് അവൾ മെസ്സേജ് അയച്ചേക്കണം എന്ത് പിന്നെ അതങ്ങ് കളഞ്ഞൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കാൻ പറയും. അത് ചുമ്മാ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്നും പറഞ്ഞു. പിന്നെ ഫോണങ്ങ് മാറി. എവിടെ വന്ന് കിടക്കാൻ നേരത്ത് ഫോൺ എവിടെയെങ്കിലും തലേണ കീഴിലോ മെത്തയുടെ കീഴിലോ എവിടെയെങ്കിലും ഭാഗത്ത് വെച്ചിട്ടാണ് വന്ന് കിടക്കുന്നത്. ഈ ലിൻസി ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ? ഇല്ല. അല്ല ഈ നമുക്ക് ഈ സഹിക്കാൻ വയ്യാത്ത ദേഷ്യമോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പം അങ്ങനെ ഉപദ്രവിക്കുമോ? അങ്ങനെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല. ഇല്ല. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിനിടയ്ക്ക് ഒരു രഹസ്യം വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരുവിധം മര്യാദയുള്ള ഒരുത്തനാണെങ്കിൽ അങ്ങേരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെന്നോ ഇപ്പം വിളിക്കല്ലേ, ഞാൻ വീട്ടിൽ പോയി വിളിക്കല്ലേ എന്ന് പറഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്താലും ഉണ്ടായിരുന്നാൽ മതി. എത്ര സമാധാനം കിട്ടിപ്പോയനെ. അത് പറ്റത്തില്ല. അവൻ എന്തായാലും അനിയല്ലേ? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അനിയൻ തന്നെയാണോ? അപ്പോൾ ലിൻസിയുടെ ആവശ്യം അദ്ദേഹം ആ പഴയ ബന്ധങ്ങളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും വന്ന് നിങ്ങളെയും കുഞ്ഞിനെയും നോക്കി ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം തമ്മിൽ കണ്ടിട്ട് 1 വർഷത്തോളമായോ? കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എൻ്റെ അമ്മ കാസർഗോഡ് ഇതുപോലെ അമ്മയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനും മോനുമായിട്ട് അവിടെ പോയി കാസർഗോഡ് പോയപ്പോഴത്തേന് അവിടെ അത് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ എൻ്റെ ഒരു മാമൻ പറഞ്ഞിട്ടാണ് വന്നത്, നീ വീട്ടിലോട്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ കണ്ണൂരാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാമൻ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് കുറച്ച് 6 മാസം ശേഷം പിന്നെ കാണുന്നതാ. മാമൻ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് എന്നെയും കുഞ്ഞിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിക്കോ. ഞാൻ ഒരു കോൺട്രാക്ടറെ കണ്ട് സംസാരിക്കട്ടെ എന്ന് താഴോട്ട് ഇറങ്ങിയത്. പിന്നെ ഞാൻ കണ്ടതില്ല. അപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കണ്ടത് തന്നെ. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അറിയുന്ന അത് ഞാൻ എന്തോ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് തിരികെ ഞാൻ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. വേറെ എവിടെ ഇങ്ങനെ നടത്തേ അങ്ങ് എവിടെ സ്ഥിരമില്ല, എവിടെയാണെന്നൊന്നും ഒരിതില്ല. കുറച്ച് നാളോടെ ജോലി സ്ഥലത്ത് നിൽക്കും. പിന്നെ കൊച്ചിൻ്റെ വീട്ടിൽ, പിന്നെ അപ്പച്ചിയുടെ വീട്ടിൽ. പക്ഷേ ഇത് ഒരു 10 വർഷം വരെ ശീലങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്നേഹമായിട്ട് നല്ല ജീവിതമായിരുന്നു. അപ്പൊ അയാളുടെ എവിടെയോ അകത്ത് കിടന്നൊരു ചെറിയ വില്ലൻ പ്രവർത്തിച്ചതാണ് ഒരു തെറ്റ് സംഭവിച്ചു പോയത്. അതിനെ വളരെ ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഉള്ള പക്വതയും മാനസികാവസ്ഥയും നിങ്ങൾക്കില്ലാതെ പോയി. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ആ പെൺകുട്ടിയുടെ ഫാമിലിയെങ്കിലും ഇതിനെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയെങ്കിൽ അത് വിട്ടേരെന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറിയേനെ. പിന്നെ നിരന്തരമായി ഇതുണ്ടാവുമോ
ഇങ്ങനെ ഈ സംശയങ്ങളും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഒരു മനുഷ്യന് എനിക്കങ്ങനെ സംശയം ഇത് കാണുന്ന സംശയമല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം ആണെങ്കിൽ പോലും അയാൾക്ക് പറയാൻ ഇപ്പം അദ്ദേഹം വന്നു വിളിച്ചു വാ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കുറച്ച് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പൊ അതുകൊണ്ടാ മാമൻ പറഞ്ഞോണ്ടാ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ശരിയെന്ന് പറഞ്ഞ് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് പാച്ചപ്പായി പോയേനെ. പക്ഷെ അവിടെ നിങ്ങൾ പെട്ടെന്ന് 6 മാസം വരെ ഇയാൾ എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ, സ്വന്തമായിട്ട് വന്നതല്ലല്ലോ, ഞാൻ നിന്നെ കാണാനായിട്ട് ഓടി വന്നതാണെന്ന് പറയാൻ അയാളുടെ ഈഗോ അനുവദിച്ചില്ല. നിങ്ങൾക്ക് അത് പറയാത്തത് കൊണ്ട് പോകാൻ ഞാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കുഞ്ഞിനെ എൻ്റെ പറഞ്ഞ് നീ എന്നാ പിന്നെ ഞാൻ ഒരുങ്ങി നിൽക്കും. അപ്പോൾ കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കുഞ്ഞു വന്നിട്ട് പപ്പ ഞാൻ ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് തീരുന്നിടയ്ക്ക് എന്നാ ഒരുങ്ങ എന്ന് പറഞ്ഞിട്ട് പുള്ളി താഴോട്ട് ഇറങ്ങിയതാ. അല്ലെ കുഞ്ഞിനെ പോലും കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരുങ്ങാൻ പറഞ്ഞതാ. എന്നിട്ട് മോൻ ഡ്രസ്സ് ചെയ്യേ ഞാൻ ഇതാ വരുന്നെന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങിയതാ. അവൻ ഡ്രസ്സ് ചെയ്തിട്ട് നോക്കി നിൽക്കുന്നു. ഞാനടുത്ത് എന്നാൽ കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിൽ പോട്ടെ, 10 ദിവസം അവധി ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി നിർത്തട്ടെ എന്ന് കരുതി. അപ്പം പിന്നെ കുഞ്ഞിനെ വിളിക്കാൻ പിന്നെ വന്നിട്ടില്ല. പിന്നെ ആ വഴി അങ്ങനെ അങ്ങ് പോയി. നിങ്ങളും ഹസ്ബൻഡുമായിട്ടുള്ള മാരേജ് രജിസ്റ്റർ ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ്സ് ചെയ്തിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചതായിട്ടുള്ള എന്തെങ്കിലും രേഖയുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല. അദ്ദേഹത്തെ വിളിക്കട്ടെ. സനി വരൂ. എത്ര നാളെ കൂടിയിട്ടാ കാണുന്നത് ലിൻസിയെ? ഒരു 9 മാസത്തിനകത്ത്. 9 മാസമായി. ഇടയ്ക്ക് പിന്നെ കണ്ണൂരോ ഒരു ചടങ്ങിന് വെച്ച് പോയപ്പോ ക്രിസ്മസിന്റെ ആ സമയത്തൊക്കെ കണ്ടെന്ന് പറഞ്ഞു. അത് 9 മാസമായോ? കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഏകദേശം 6-7 മാസം. അത്രേ ഉള്ളൂ. അല്ല 9 മാസമായി ഞാൻ നാട്ടിലേക്ക് പോയിട്ട്, ഇവരുടെ അടുത്തുനിന്ന് നാട്ടിലേക്ക് പോയിട്ട്. ആനപ്പാറയ്ക്ക് പോയിട്ട് മറ്റേ പപ്പയുടെ നമ്മുടെ കൂടെ ആയിരുന്നു. പപ്പയ്ക്ക് സുഖമില്ല, കിഡ്നി പ്രോബ്ലം ആയതുകൊണ്ട് 2 ഡയാലിസിസ് കഴിഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ആശ്രയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ തീർച്ചയായും അവിടെ നിൽക്കാതിരിക്കാൻ പറ്റാണ്ട അവസ്ഥയായിപ്പോയി അവിടെ. അപ്പോൾ അതിൻ്റെ പേര് മാത്രമാണ് ഇവരെ കാണാൻ വരാത്തതും കുഞ്ഞിനെ പോലും നോക്കാൻ പറ്റുന്ന സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അല്ല എനിക്ക് വേറൊരു ഇവർ പറഞ്ഞനുസരിച്ച് ഒരു പെണ്ണിൻ്റെ കേസ് പറഞ്ഞ് നേരത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല, അത് ഒന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് ഇപ്പം അങ്ങനെ ഉണ്ടോയെന്നൊന്നും പറഞ്ഞില്ല ഇവിടെ. അങ്ങനെ ഒരു സംഗതി നടന്നിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായിട്ട് തകർച്ചയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എന്തോ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടായതുകൊണ്ടായിരിക്കും ആ പണ്ടത്തെ പോലെ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം മോനെ പോലും നോക്കാനായിട്ട് ഒന്നും വരുന്നില്ല. അപ്പം ഇത്രയും ഒരു 9 മാസം അച്ഛനെയും അമ്മയും ഒക്കെ നോക്കണം, നമ്മുടെ കടമയപ്പെട്ടതാണ്. പക്ഷെ സ്വന്തം കുഞ്ഞിനെ ഒരു അവധിക്ക് വിളിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റാത്തൊരു ചുറ്റുപാടെന്ന് പറയുമ്പോൾ അല്ലാതെ വിളിച്ചിരുന്നു ഇവരെ വിളിച്ചിരുന്നു. എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ, എനിക്ക് അവിടെ ഇവരുടെ വീടിനടുത്ത് ഞാൻ ഒരു കോൺട്രാക്ട് പണി എടുത്തിരുന്നു. അപ്പോൾ അതിൽ സ്ഥലം ഇച്ചിരി നഷ്ടം വന്നായിരുന്നു. നഷ്ടം വന്നപ്പോഴത്തേന് ഞാൻ അവിടെ നിന്ന് വിട്ട് പോയതാണ്. വിട്ട് അങ്ങനെ ഒളിച്ചോടി പോയതല്ല. അവിടെ നിന്ന് കുറച്ച് ദിവസം പപ്പയുടെ അമ്മയുടെ കൂടെ ചെന്ന് നിന്നിട്ട് പൈസ വല്ലതും എന്തെങ്കിലും ഏരിയയിൽ ഒപ്പിച്ചിട്ട് അവർക്ക് അവരെ എമൗണ്ട് ക്ലിയർ ചെയ്യാന്നുള്ളതിൽ ഞാൻ നാട്ടിലേക്ക് പോയതാണ്. അപ്പോഴങ്ങനെ ആയപ്പോഴത്തേന് അവിടെ ചെന്നപ്പോഴത്തേന് അവർ പിന്നെ ഭീഷണികളായി ഓരോന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിലാണ് എപ്പോഴും എന്നോട് സംസാരിക്കുന്നത്. ഈ പെണ്ണിൻ്റെ പേര് വെച്ചാൽ എപ്പോഴും സംസാരിക്കുന്നത്. ഞാനിവിടെ പോയി ഇപ്പം നാട്ടിൽ പണിയില്ലാണ്ട് വെച്ച് ഞാൻ ചിലപ്പോൾ പുറത്ത് ഒരു ഭാര്യയ്ക്ക് അങ്ങനെ ഒരു അവിഹിത ബന്ധം സഹിക്കാൻ പറ്റുമോ? അതില്ല ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഒരു മാസത്തേനോ ചിലപ്പോൾ 2 ആഴ്ച ചിലപ്പോൾ 10-15 ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് മാറി പണി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്നെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടത്തില്ല, പപ്പയെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടത്തില്ല. അപ്പോൾ ഇവരെ ധാരണ ഞാൻ വേറെ ആരെ കൂടെയാ, ആ ധാരണയാണ്. ഇപ്പം ഈ 8 മാസം കൊണ്ട് ഞാൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ പപ്പയുടെ കൂടെ ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, എല്ലായിടത്തും വിളിച്ച് അന്വേഷിക്കാം, അല്ലെങ്കിൽ എവർക്കൊന്ന് കാണാം. അല്ല കാണാനല്ല, എന്തുകൊണ്ട് നിങ്ങളും ഇവരും ഒരുമിച്ച് താമസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മയും ശുശ്രൂഷിക്കാം, പിന്നെ ബാക്കിയുള്ള സമയത്ത് ഇവരെ വന്ന് കാണാം, മോനെ വന്ന് കാണാം, അങ്ങനെയൊക്കെ ചെയ്തൂടെ? ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വിളിക്കുമ്പോഴത്തേന് ഇവിടുത്തെ ഹോസ്റ്റലിലാണെന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വരാൻ പറ്റത്തില്ല, സ്കൂൾ അവധിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. മോൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക ആനപ്പാറയിൽ, അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ ഈ ജൂണിൽ സ്കൂൾ തുറന്നപ്പോഴത്തേന് ഞാൻ വിളിച്ച് മോന് പൈസ എല്ലാം ഒപ്പിച്ച് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ട പൈസ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറ്റും. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന്. അപ്പോൾ എനിക്ക് മറ്റേ ആ ഒരു വിഷയം കിടക്കുന്നതിന് പോലെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ പപ്പയമ്മയും കൂട്ടി വിടാം, അവരുടെ കൂടെ വാ. അത് ഞാൻ ആയല്ലേ പറഞ്ഞത്? ഇല്ല മാഡം, അവിടെ അപ്പം പറഞ്ഞ ഇതുപോലെ നീ വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചു. വിളിക്കുന്ന മൊത്തം അമ്മായി അപ്പനും അമ്മായിയമ്മ അങ്ങനെ വിളിക്കാറില്ല, കൂടുതൽ അമ്മായി അപ്പന. ഈ വഴക്കാണെങ്കിൽ എന്നോട് സ്നേഹം കൂടുതലാ. അപ്പം പറഞ്ഞ് അമ്മായിയപ്പൻ പറഞ്ഞ മക്കളെ നീ ഇങ്ങി വാ കുഞ്ഞിനെ കൊണ്ട്, അവൻ എവിടെ പോട്ടെ, നമുക്ക് അവനെ പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം, നീ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ ടി സി വാങ്ങിച്ചുകൊണ്ട്. ഞാൻ പറയില്ല, പിന്നെ എൻ്റെ ഭർത്താവ് വേണ്ട എന്നെ അന്വേഷിക്കാനേ, ഭർത്താവില്ലാതെ ഞാൻ പിന്നെ അവിടെ വന്നിട്ട് ഞാൻ അമ്മായിയപ്പനോട് എല്ലാം എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കട്ടെ, അന്നേരം വിളിക്കും, നീ വേണമെങ്കിൽ അവിടെ വന്ന് കൊച്ചിന് ടി സി വാങ്ങിച്ച് വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചു, ഞാൻ ദൂരെ ഇങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോകും, എന്നെ നോക്കണ്ട, നീ വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചോ എന്ന് പറയും. അങ്ങനെയാണോ? അങ്ങനെയല്ല.
അത് തെറ്റാണ്, അതൊരു ശരിയല്ല. ഇപ്പം ജോലി എടുക്കുന്ന എവിടെയാ? ഞാനിപ്പം തളിപ്പറമ്പിൽ ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ചിറ്റാരിക്കൽ ഈ കോൺട്രാക്ട് പണി ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും പോയി എനിക്ക് അവിടെ നാട്ടിൽ കണ്ണൂർ പണിയില്ലാണ്ടാകുമ്പോഴത്തേന് ഞാൻ പണി തിരക്കി മറ്റുള്ള കോൺട്രാക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ അവരോട് പണിക്ക് പോകും. എന്തോ പണിയാ? എനിക്ക് മേസൺ പണി. മേസൺ പണി അത് നമ്മുടെ ഈ നാട്ടിൽ ഇഷ്ടം പോലെ പണി കിട്ടുമല്ലോ. അത് തന്നെ. ഞാൻ കണ്ണൂർ വരെ പോകുന്ന എന്തിന്? ഭാര്യയും കുഞ്ഞും ഇവിടെ ഉള്ളപ്പോൾ അവരെ സംരക്ഷിക്കാതെ നിങ്ങൾ കണ്ണൂർ പോയി ജോലി ചെയ്യുന്ന എന്തിനാ? കണ്ണൂർ എന്റെ പപ്പയമ്മ താമസമാ, എന്റെ വീട് കണ്ണൂരാ. അങ്ങനെയാണെങ്കിൽ ഭാര്യയും കുഞ്ഞും ഇവിടെ അല്ലയോ താമസിക്കുന്നത്? അത് ഇപ്പോഴല്ലേ, ഇപ്പോഴീ 9 മാസം കൊണ്ടല്ലേ ഇവിടെ താമസമായത്. ഇല്ല മേഡം, ഞാൻ ഇപ്പം 3 വർഷമായി മോൻ ഇവിടെ ആനപ്പാറ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട്. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ മോനെ TC മതി, നമുക്ക് അങ്ങ് പോവാം. വേണ്ട എനിക്ക് അവിടുത്തെ ഇതോ ഈ വലിയ കട്ടയൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഭാരമൊന്നും പറ്റത്തില്ല, അവിടെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവിടുത്തെ പോലെ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂലെന്ന് പറയും. മോൻ ഇവിടെ നിന്ന് പഠിക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നാൾ ഈ പാലോടോ അങ്ങാണ്ടോ പാങ്ങോടോ ആ ഭാഗത്തൊക്കെ കുറച്ച് നാളൊക്കെ ജോലിക്ക് പോകും. അപ്പം കൂടെ നിൽക്കുന്ന അവന്മാർ പറഞ്ഞു, അണ്ണാ നിനക്ക് ശരിയല്ല, നീ ഈ പെണ്ണുമായിട്ട് പിന്നും കോൺടാക്ട് ചെയ്യണം, മര്യാദയ്ക്ക് പിന്നെ കേസെല്ലാം ഒത്തീർപ്പായി പിന്നെ വന്നില്ല. ഇപ്പം ഇടയ്ക്ക് ഇപ്പന്മാർ വന്ന് എൻ്റെ കൂടെ പറയും, ഇതുപോലെ ആ കൊച്ചു അവിടെ വന്നിരുന്നു അവരുമായിട്ട് സംസാരിച്ചു. അപ്പം ഞാനൊക്കെ ചോദിക്കും, അവര് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ വിതിരക്ക് അടുത്താണല്ലേ അവരുടെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഇല്ല, പത്തനാപുരത്തിനടുത്ത് ഈ പ്രദേശത്താണ്. പത്തനാപുരത്താണ്. ഇവിടെ ഈ പാങ്ങോട് എന്ന് പറഞ്ഞാൽ കല്ലറ പാങ്ങോട് എന്ന സ്ഥലം പണിയുണ്ടായിരുന്നു, 2-3 സൈറ്റ് ഉണ്ടായിരുന്നു, പണിക്കാർ ചെയ്യിക്കുമായിരുന്നു അവിടെ. അപ്പോൾ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പണിയിൽ നഷ്ടം വന്നായിരുന്നു. നഷ്ടം വന്നപ്പോഴത്തേന് ഈ കൂടെ നിന്നവർ തന്നെ പിന്നെ അവരങ്ങ് പിന്മാറി. അവർ ഈ നഷ്ടം എല്ലാവരും വഹിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ കണ്ണൂരിലേക്ക് പോവാ. കണ്ണൂരിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലല്ല പോയത്, ഇവരുടെ അമ്മയുടെ വീട്ടിലാണ് പോയത്. ഞാനില്ലാതെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. ഞാൻ ഇവിടെ നിന്ന് കാസർഗോഡ് ചെന്നപ്പോൾ അവിടെ നിന്ന് ഇപ്പം ആനപ്പാറ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പുള്ളി വീട്ടിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇച്ചിരി കടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനെന്നാൽ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നു. കുറച്ച് ദിവസം ഇങ്ങനെ കൊച്ചിച്ചൻ്റെ വീട്ടിൽ, വല്യച്ഛൻ്റെ വീട്ടിൽ, അപ്പച്ചിൻ്റെ വീട്ടിൽ ഇങ്ങനെ മാറി താമസിക്കുന്നു. അപ്പോൾ ഒരോടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ശരി, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, നിങ്ങളും ജോലി ചെയ്തിട്ട് പൈസ ഒന്നും തരുന്നില്ല, കടമെന്നാണ് പറയുന്നത്, ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളുടെ ഓട്ടോയിൽ ഞാനും അമ്മായിയപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ നീ ഇപ്പോൾ ജോലിക്ക് പോയാൽ, ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവേ ജോലി ചെയ്ത് തരുന്നില്ല, പിന്നെ ഞാൻ എവിടെയും ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് കവടിയാറിലൊരു വീട്ടിൽ ജോലിക്ക് വേണ്ടി പോകാം. അപ്പോൾ ഹോട്ടലിൽ എൻ്റെ അമ്മായിയപ്പനുണ്ട്. അപ്പം പുള്ളി ആനാട് ജംഗ്ഷനിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നീ എവിടെ പോകുന്നത്, നീ ജോലി വേണ്ട കുഞ്ഞ്, വേറെ നമുക്കിപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, ഞാൻ ജോലി ചെയ്ത് കുഞ്ഞിനെ നോക്കാം, നിന്നെ നോക്കാം, നീ ഇപ്പോൾ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അടുത്തല്ലേ എവിടെ പോകുന്നത് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. അങ്ങനെയൊന്നുമല്ല. ഞാൻ പയ്യന്നൂർക്ക് ഇവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേന് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവിടെ സഹോദരനുണ്ട് അലക്സിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ 2 ആളായിട്ടാണ് പോകുന്നത്, അവിടേക്ക് പോകുന്നത്, പയ്യന്നൂർക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് ഈ അലക്സ് തിരിച്ചിങ്ങ് വന്ന്, അപ്പോൾ എനിക്ക് പണിയില്ലാണ്ടായി, പൊതുവെ ഇല്ലാണ്ടായപ്പോഴോ ഞാൻ അവിടെ ഈ പയ്യന്നൂർക്ക് തന്നെ ഒരു കോൺട്രാക്ട് എടുത്ത്, ജോസ് എന്ന് പറയും, പുള്ളിയായിട്ടൊന്ന് ബന്ധപ്പെട്ട് പുള്ളി അപ്പോഴെനിക്ക് ഒരു സൈറ്റ് തന്നെ എനിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത വർക്കുമാണ്, ഗുരുഡീസ് എന്ന് പറയാൻ കല്ല അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വർക്ക് എനിക്ക് അറിയത്ത പോലുമില്ല. ഞാനത് ഒരു ദിവസം കണ്ട് പിറ്റേന്ന് ഞാൻ അത് ചെയ്ത് അതിൽ എക്സ്പേർട്ടായി ഞാൻ പിന്നെ പണിയെടുത്ത്. അങ്ങനെ 3-4 മാസം വരെ ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്മസ് അടുപ്പിച്ചായി. അപ്പോൾ മോനെയും കൂട്ടിക്കൊണ്ട് ഇവളവിടെ വന്നായിരുന്നു, തള്ളയുടെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ ഇതറിഞ്ഞ് ഞാൻ പോവുക, മോനെ കാണാനായിട്ട് പോകുന്നതാണ്. മോൻ അവന് ഒരു കേക്കൊക്കെ മേടിച്ച്, ഞാനും കൂടെ പണിഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെക്കനും ഉണ്ടായിരുന്നു. ആ ചെക്കനായിട്ട് അവിടെ ചെന്നപ്പം ഇവർ ആരും അവിടെ ഇല്ല. ഒരു ഞായറാഴ്ചയുടെ ദിവസമായിരുന്നു, ശനിയാഴ്ച എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എനിക്കത്. അപ്പോൾ ചെന്നപ്പോൾ ഇവരാരും അവിടെ ഇല്ല. ഇവരാ ഷെഡ് പൂട്ടിയിട്ടപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവരെല്ലാവരും പള്ളിയിൽ പോയിരിക്കുക, ക്രിസ്മസിൻ്റെ അതിൽ പള്ളിയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ശരി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അപ്പം ഞാൻ ഈ പതിനായിട്ട് അകത്തിരുന്നപ്പോഴും ഇവളോട് വന്നു ഇരിൻസി വന്നിട്ട് പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് ഇവിടെ ദേഷിച്ചിട്ട് പറഞ്ഞു, മറ്റേ പയ്യനോട് പറയുമോ ഇവൻ്റെ കൂടെ നടക്കല്ലേ, നിൻ്റെ ജീവിതം കൂടെ പാഴായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് എൻ്റെ കാര്യങ്ങളോ ഞാൻ എങ്ങനെയാണെന്നോ അവൻ അപ്പോഴും എന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചെറുക്കനാണ്. അവൻ എന്തോ ചേട്ടാ ഇത്, അവന് കുഴപ്പമില്ലാതെ അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവള് അവനടുത്ത് വീണ്ടും മറുപടി പറയാ, നീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം അവനെ വെട്ടിയാൻ ഇട്ടേനെന്ന് ഇവളെന്നോട് പറഞ്ഞത്, ആ ചെക്കൻ്റെ മുഖത്തേക്ക് പറഞ്ഞത്. എന്നിട്ട് ഞാൻ തിരിച്ച് ആ പള്ളിയിലേക്ക് പോയി, തൊട്ട് താഴെ അവിടെ ഇവർ കണ്ണൂരിലേക്ക് വരുന്നവർ പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ പോയതാണ് ഞാൻ ഇവരുടെ സ്ഥലത്ത്. അല്ലെങ്കിൽ അപ്പോഴേ മോനെ കാണാൻ പോകത്തില്ലായിരുന്നു. ഇവർ കണ്ണൂരിലേക്ക് വരുന്നുണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എൻ്റെ പപ്പയവൻ പറഞ്ഞു വിടുന്നതാണ്. ഞാൻ ഇവരായിട്ട് വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേന് അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എന്നിട്ട് എൻ്റെ മോനെയും കാണിച്ചില്ല. ലിൻസി, ഇതാണോ സത്യം? ലിൻസി പറഞ്ഞത് ഇന്ന് ഒരുപാട് മാറ്റമുണ്ടല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ അവരുടെ അമ്മ വരണമായിരുന്നു. അവരുടെ കൂടെ ഞാൻ പറഞ്ഞത്. ഞാൻ എന്നിട്ട് നിങ്ങൾ കുട്ടിയെ കാണാതെ പോയോ? കുട്ടിയെ കണ്ടില്ല. കുട്ടി എന്നിട്ട് അവന് എന്നെ കാണാനുള്ളതുണ്ട്. എന്നിട്ട് ഞാൻ ബസ് കയറാനായിട്ട് അങ്ങ് താപ്പോട്ട് നടക്കുക. നടന്നപ്പം പപ്പാന്ന് വിളിയായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ശാലുമോനാ. ഞാൻ തിരിച്ചു എന്താ മോനെ നീ വിളിച്ചിട്ട് പപ്പയെ വിളിച്ചാൽ അത് എന്നെ പുറത്തിറക്കി വിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ? അത് അമ്മാമ്മ പറഞ്ഞു ഇപ്പം ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അമ്മ പറഞ്ഞു ഇപ്പം ഇറങ്ങി പോകാൻ പറ്റത്തില്ല, അത് പള്ളിയുടെ ആരാധന ഉപവാസം എന്തോ നടക്കുക, അത് കഴിഞ്ഞാലേ ഇറങ്ങിപ്പോകാൻ പറ്റും. അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. അല്ല, ഞാൻ എന്നിട്ട് അവർ വിടുന്നില്ല. പ്രയർ കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോ? ഇല്ല, വെയിറ്റ് ചെയ്തില്ല. ഞാൻ വെയിറ്റ് ചെയ്തില്ലായിരുന്നു. പ്രയർ കഴിഞ്ഞതിന് ശേഷം വരുമല്ലോ. പിന്നെ എനിക്ക് അങ്ങോട്ട് വണ്ടി ഉണ്ടാകത്തില്ല തിരിച്ചു പോകാൻ. അതൊക്കെ ഒരു റീസൺ ആണോ? അല്ല, ഞാൻ പറഞ്ഞത് കാണാൻ വേണ്ടി മകനെ എന്ത് കണ്ടാലും കണ്ടിട്ടേ പോകുമെന്ന് പറയുന്ന ഒരു അച്ഛനല്ലേ? അല്ല, ഞാൻ കണ്ടിട്ടേ പോയുള്ളൂ. ഞാൻ തിരിച്ച് അവർ വന്നു, ഞാൻ കണ്ടിട്ടേ പോലും. പക്ഷെ എൻ്റെ കൂടെ വരത്തില്ല എന്ന് അവർ പറഞ്ഞത്. അവിടെ വന്നിട്ട് അവിടെ വന്നിരിക്കുക. അമ്മ പറഞ്ഞ് ഇതുപോലെ ആരാ വന്ന് പറഞ്ഞതുപോലെ ഇവിടെ മരുമോൻ വന്നിരിക്കും, താക്കോല് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് താക്കോല് കൊണ്ട് കൊടുത്തിട്ട് അവിടെ വന്ന് കതവ് തുറന്ന് അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ചെറുക്കനും അച്ഛനോട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇരുന്ന സമയത്ത് പിന്നെ കുറേ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ കയറാം. അപ്പോൾ അമ്മയുടെ മക്കളെ നീ ഇപ്പോൾ പോകണ്ട, ഇത് ആരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലായിരുന്നു. അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളിയിൽ ഞങ്ങൾക്ക് സദ്യ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, നിങ്ങൾ അങ്ങ് കണ്ണൂരോട്ട് പോകവല്ലേ, അല്ലെങ്കിൽ അത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ, വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പോയി കണ്ടിട്ട് വരാം, എന്തോ പറയുന്നത് അറിയാമല്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എവിടെ പോയാലും ഒരാൾ കൂടെ കാണും, എവിടെ നടന്നാലും ഒരു ചെറുക്കം കൂടെ കാണും, ഒരു ബ്രോക്കർ ഇറക്കം കൂടെ കാണും. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല എന്നല്ല, ഇയാളില്ലായിരുന്നു, ഇയാളിപ്പം ഞാൻ ശരിയാക്കും, എത്ര നാൾ കഴിഞ്ഞിട്ട് കണ്ട അല്ലെങ്കിൽ വന്ന് എന്താണ് ഏതാണ് അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ വന്നിട്ട് ഉടനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു കോൺടാക്ട് താഴെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. മോൻ ഇറങ്ങുന്ന മോനോട് സംസാരിച്ചു. അപ്പം പറഞ്ഞു മക്കളെ നീ വരുന്നോ കണ്ണൂരോട്ട്, നീ എന്നാൽ ഒരുങ്ങ്, പപ്പ ഇതാ വരുന്നെന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങിയതാ. കള്ളത്തരം പറയും അങ്ങനെയല്ലേ കൊച്ചു പറഞ്ഞു. അന്നേരം പറഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് പപ്പ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് മോൻ ഒരുങ്ങിയില്ലെന്ന് പറയും. മോൻ അവിടെ ഒരുങ്ങി നോക്കി നിൽക്കുന്നു. ഈ കോൺട്രാക്ടർ സംസാരിച്ചിട്ട് അന്നേരം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, അന്നേരം കണ്ടതാ. അപ്പോൾ എവിടെ പോയിരുന്നു? അല്ല, ഞാൻ ഇവരെന്നോട് പറഞ്ഞായിരുന്നു, ഈ തള്ള എന്നോട് പറഞ്ഞായിരുന്നു ഇല്ല വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ല. അപ്പം പറഞ്ഞ് നിങ്ങൾ അങ്ങ് കണ്ണൂരോട്ട് പോവല്ലേ, മക്കൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് പോ എന്നാ പറഞ്ഞത്. എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നത്, ഞങ്ങളാ മക്കളാരും നിൽക്കാതെ തന്നെ മരുമോൻ അത്ര സ്നേഹിക്കുന്നതാ. മരുമോനെ വീട്ടിൽ കൂടെ നിർത്തിയ രാവിലെ 4 മണിക്ക് എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ. അപ്പോഴും ഈ പ്രശ്നമൊക്കെ അല്ലേ, അവൻ സമാധാനം ഓടിക്കണം നടക്കല്ലേ, എന്നാൽ ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് കരുതി വീട്ടിൽ കൂടെ നിൽക്കുന്ന പൊന്നു പോലെയായിരുന്നു നോക്കുന്നത്. ഇപ്പം അനിയുടെ നിലപാട് എന്തുവാ? ആ കുഞ്ഞും അവരും ആ ഒരു കുഞ്ഞൊറ്റയ്ക്ക് അവിടെ കഴിയല്ലേ? വീട്ടിലെ അവസ്ഥ അങ്ങനെയാണ്, ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ അച്ഛൻ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അതിന്റെ മനസ്സൊരുപാട് വിഷമിക്കൂലേ? ഇനി ഇല്ല, അതുകൊണ്ടായിട്ടില്ല, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട് നോക്കാത്തോണ്ടല്ല. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഒരു പപ്പയുടെ ഈ അസുഖത്തിന്റെ പേരിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവേണ്ടി വന്നു. പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ഇതായിപ്പോ ഞാൻ മെഡിക്കലിലുണ്ടായിരുന്നു 3 മാസം വരെ. ഇപ്പോഴും അവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ് പപ്പയ്ക്ക്. ഇപ്പോഴും ആഴ്ചയിൽ 1400 രൂപ വെച്ചാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അല്ല, എന്തായാലും അനി പറഞ്ഞ കാരണത്തിലോട്ട് തന്നെ വരാം. എവിടെ? തിരുവനന്തപുരത്താണോ ചികിത്സ? തിരുവനന്തപുരത്താണ് ചെയ്യുന്നത് ചികിത്സ. ഇപ്പൊ അവിടെ മാറി ഇപ്പൊ കാസർഗോട്ടാക്കി. ഇപ്പൊ കാസർഗോട്ടാണോ? കാസർഗോട്ടാണ് ചികിത്സിക്കുന്നത് ഇപ്പൊ. അപ്പൊ കാസർഗോഡാണ് ചികിത്സ നടത്തുന്നത്. ആ ചികിത്സ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. കണ്ണൂരും പരിസരത്തും അനി ഉണ്ടാവണം ആണല്ലോ, ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭാര്യയും മകനും വന്ന് താമസിക്കുകയാണെങ്കിൽ അനി അവിടുന്ന് വേറെ സ്ഥലത്തോട്ട് ഓടുവോ? ബിസിനസ് വേറൊരു സ്ഥലത്ത് പുതിയൊരു കല്ലിന്റെ വർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനല്ല, ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കുകയാണ്. നീ അങ്ങനെ പോവോ? അങ്ങനല്ല, ഞാൻ അവരുടെ വീട്ടിലില്ലാത്തപ്പോ അവരുടെ വീട്ടിൽ പോയി അനി താമസിക്കുന്നു. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വീടെടുക്കാന്ന് പറഞ്ഞപ്പോ അല്ല, കാസർഗോഡായിപ്പോ ചികിത്സ എന്ന് പറയുന്നു. ഇനിയിപ്പോ അവരും കുഞ്ഞും കൂടെ അവിടെ വന്ന് കണ്ണൂര് വന്ന് താമസിച്ച്. കണ്ണൂര് നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടോ? ഇല്ലല്ലോ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളല്ലേ ഉള്ളൂ. അവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. മോൻ അവിടെ TC വാങ്ങിച്ച് അവിടെ ചെയ്യുന്നു തന്നെ വിചാരിക്കുക. അനി ആ പ്രദേശത്ത് തന്നെ കാണും. ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് പണി കിട്ടി ഇനി ഗോകർണത്തുനിന്ന് കന്യാകുമാരിയിലോട്ട് പോകുമോ? അങ്ങനല്ല, ഞാൻ പറഞ്ഞത് അങ്ങനല്ല. മനസ്സിലായി? ഈ പ്രശ്നത്തിന് ശേഷമാണ് ഇങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടില്ല. അല്ല, ഈ പ്രശ്നം മാഡം അപ്പോഴ് ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ തെറ്റ് കാണിക്കുന്നുണ്ടല്ലേ ഞാൻ വഴക്ക് പറയുന്നത്. അല്ല, ഇതിനകത്ത് ഒരു വലിയൊരു സംഭവം മാഡം, ഇതിനകത്തൊരു സത്യമുണ്ട് കേട്ടോ മാഡം.
ഈ ഒരു 10 വർഷം വളരെ നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യരാണ്. യാതൊരു ദുശീലങ്ങളോ ഒരു കുഴപ്പങ്ങളോ ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു. ദേഹോപദ്രവം ചെയ്ത മനുഷ്യനല്ല, കഠിനാധ്വാനിയാണ്. ലീഗലായിട്ട് വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമായിട്ട് നോക്കിയിരുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു കാരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ അത് ഒട്ടും ക്ഷമിക്കാൻ തയ്യാറാവാതെ നിരന്തരമായി ഇദ്ദേഹത്തെ ശല്യം ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്.